രാവിലെ അമ്മയ്ക്ക് നേരത്തെ ജോലിക്ക് പോകാനുള്ള കാരണം ചോറും കറിയൊക്കെ രാവിലെ തന്നെ ആവും കേട്ടോ. ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും അമ്മ ചോറ് വയ്ക്കും. പിന്നെ 7 മണിക്ക് അമ്മയ്ക്ക് പോകണം. അപ്പോഴേക്കും ഉപ്പേരിയും കറിയും പപ്പടവും എല്ലാം കാച്ചും. അപ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കില്ല. കാരണം അമ്മയ്ക്ക് രാവിലെ അമ്മ ജോലി സ്ഥലത്ത് പോയിട്ട് ചോറ് തന്നെ കഴിക്കാറ്. അമ്മ പറയും ചോറ് കഴിച്ചാലാണ് ഒരു എനർജി കിട്ടുള്ളൂ പണിയെടുക്കാമെന്ന് പറയും. അപ്പോൾ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാണ്ട് ചോറും കറിയും മാത്രമേ അമ്മ ഉണ്ടാക്കുള്ളൂ. അതൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് ചോറും കറിയൊക്കെ ആക്കുക എന്നാണ് രാവിലെ എൻ്റെ ഡ്യൂട്ടി. അതിന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടോ, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക. അപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി വേഗം ഒതുങ്ങുമല്ലോ. ഉണ്ണിയാണെങ്കിൽ ഇപ്പോൾ എണീറ്റിട്ടുമില്ല. ഉണ്ണി എണീറ്റ് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല. അപ്പം ഉണ്ണിക്ക് എന്താ വെച്ചാൽ പേടിയുണ്ട്. അവൾക്ക് വയ്യാണ്ടായിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ. അപ്പോൾ കുറച്ച് നേരം എന്നെ മാറ്റി നിർത്തിയായിരുന്നു ICUൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പേടിയുണ്ട്. എന്നെ കാണാതിരിക്കുമ്പോൾ അമ്മ വിളിച്ചിങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവളുടെ ഒപ്പം തന്നെ ആയിരിക്കും ഞാൻ. അപ്പോൾ അവളെ എണീക്കണേക്കാളും മുമ്പ് എന്നാൽ വേഗം പണികളൊക്കെ ഒരുക്കാമല്ലോ വിചാരിച്ചു. അത് അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്മ രാവിലെ ഇവിടെ നിന്നൊന്നും കഴിക്കാണ്ട പോവുക. കട്ടൻ ചായ മാത്രം കുടിക്കും. അതും സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് കുടിക്കുള്ളൂ. അങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. നമുക്കെനിക്ക് തിളച്ച ചായ കുടിക്കണം. എനിക്കാണെങ്കിൽ ചൂടില്ലാത്ത ചായയും വേണം. ഞാൻ അങ്ങനെ ചായ അഡിക്റ്റൊന്നുമല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുടിക്കുള്ളൂ. അപ്പം അമ്മ ഒരു വശത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പോയി ഡ്രസ്സ് മാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, റെഡി ആവണമൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടുത്തെ അടുക്കളത്തെ പണികളൊക്കെ വേഗം ഒരുക്കുന്നുണ്ട്. പണികൾ വേഗം ഒരുക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സമയം 7 മണി ആവണുള്ളൂ. പണികൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ ഇരിക്കുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ ഞാൻ എന്നും പറയുന്നുണ്ടല്ലേ. ഇത് ഞാൻ തലേന്ന് ദോശയ്ക്ക് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാൻ വിചാരിച്ചു. അങ്ങനെ വേവിക്കാൻ വെച്ച് വന്നപ്പോഴേക്കും അമ്മ പൂവ റെഡിയായി. സ്കൂൾ കുട്ടികൾ പോണ പോലെ ബാഗൊക്കെ ഇട്ട് അമ്മ പോകുന്നുണ്ട്. ഇനി അമ്മ 5:30 ആവും കേട്ടോ വരുമ്പോൾ. അപ്പോൾ അതായത് നമ്മുടെ അവിടുത്തെ കോവയ്ക്ക കേട്ടോ, നമ്മുടെ മുല്ലയൊക്കെ തീർന്നു. അപ്പോൾ കുറച്ച് ചെടികളൊക്കെയാണത്. ഇതൊക്കെ അമ്മയുടെ ചെടികളാട്ടോ. അപ്പോൾ മഴ പെയ്ത കാരണം അപ്പോൾ അങ്ങനെ നനയ്ക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഞാൻ വന്നൊരു ഗ്ലാസ് ചിയാ സീഡ് ഇട്ട വെള്ളം കുടിച്ചു കേട്ടോ, വെറും വയറ്റിൽ. പിന്നെ ഞാൻ അടിച്ചു വരാൻ നോക്കുവാണ്. സോഫയൊക്കെ എന്നും നാശാക്കിയിട്ടിട്ടു കേട്ടോ. രാത്രി കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും സോഫയുടെ പണിക്കുറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഉള്ള കളിപ്പാട്ടങ്ങളായിട്ടും പൊടിയായിട്ടും ചോറായിട്ടും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മണ്ടയിൽ സുത്ത് നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു. അവളുണ്ടെങ്കിൽ ഞാൻ സോഫയിലേക്ക് വിരിക്കുമ്പോൾ, സോഫയിലാണെങ്കിൽ ബെഡാണെങ്കിൽ വിരിക്കുമ്പോഴേക്കും ആൾക്ക് കയറി കുത്തി മറിയണം. അപ്പോൾ ഞാൻ വെച്ചു ഉണ്ണി എണീക്കണേക്കാളും മുമ്പ് അതൊക്കെ ചെയ്ത് വെക്കാം. അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്ത് വെക്കാം. ഞാൻ കുറച്ച് പോർഷൻസൊക്കെ ഇതിന് ഞാൻ വിട്ടിട്ടുണ്ട്. വേറെ ഒന്നല്ല, എല്ലാം കൂടി ലെങ്തി ആക്കേണ്ട വിചാരിച്ചു. അതാണ് ഞാൻ ആ കീറി തലങ്ങനെ സുത്തുൻ്റെ കസാരയിൽ വെക്കുന്നത് കേട്ടോ. സുത്തുൻ്റെ ഒരു ചാരി കസാര ഉണ്ട്, അത് മരത്തിൻ്റെയാണ്. അപ്പോൾ പെട്ടെന്ന് വന്നിരിക്കുമ്പോൾ അവളുടെ മണ്ട ആ ഇതിൽ മുട്ടും. ഞാൻ കുഞ്ഞി തലങ്ങണ അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലങ്ങണയിൽ അങ്ങനെ ചാരി ഇരിക്കുമല്ലോ. അവൾക്കാണെങ്കിൽ നോക്കണേനെ ഇരിക്കണേനെ ഒന്നും ഒരു ശ്രദ്ധയില്ല. പെട്ടെന്ന് വന്ന് ഓടി ഒന്ന് ഇരിക്കും, തല ഇങ്ങനെ ചാരി വെക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ട് എന്നൊരു മുട്ടി കരഞ്ഞു. അതേപോലെ ഞാൻ അങ്ങനെ തലങ്ങണ ഇങ്ങനെ വെക്കുകയും ചെയ്യുക. ഞാനാണെങ്കിൽ TV-യിലേക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട്, TVയും കാണുന്നുണ്ട്. രാവിലെ ഉപ്പുമുളകൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ദോശയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി കഴിച്ചു 2 എണ്ണം. അത് കഴിഞ്ഞ് ഞാൻ 2 പട്ടിക്കുട്ടികളെയും തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്തെ ആൾക്ക് എന്തോ കഴിക്കാൻ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് അവൾ ഓടി വന്നിരിക്കുകയാണ്. പിന്നെ എന്നാൽ പൊതുവേ നല്ല വെയിലുണ്ടായി. അപ്പം ഞാൻ മല്ലി മുളക് ഉണക്കാണ്ടായിരുന്നു, അത് വാർക്കപ്പുറത്ത് വിരിച്ചിട്ടു.
ഇത് വിരിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്ക് സ്വത്ത് എണീറ്റു കേട്ടോ. എണീറ്റ് പിന്നെ അവളുടെ ഒപ്പം കുറച്ച് നേരം ഇരുന്നു. അവളാണെങ്കിൽ എൻ്റെ മുടിയൊക്കെ പഞ്ചറാക്കി. എണീറ്റ് വന്ന് കുറച്ച് നേരം അവളുടെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് കളിക്കണം, അല്ലെങ്കിൽ അവളുടെ മൂഡ് ശരിയാവില്ല. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ നിന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് പുറപ്പെട്ടു കേട്ടോ. വേറെ അങ്ങനെയല്ല, അക്ഷയ സെൻറ്റർ വരെ ഒന്ന് പോകണമായിരുന്നു. മറ്റേ സ്വത്തൂന് വെയ്യാണ്ടായപ്പോൾ നമുക്ക് ആ ചെറിയൊരു സ്റ്റിച്ച് ഇട്ടതിന് 12,000 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക, ഇൻഷുറൻസ് എൻ്റെ പേരിൽ ശരിയാക്കി വിചാരിച്ച് പോയതാണ്. പക്ഷേ അതൊക്കെ നിർത്തലാക്കിയിട്ട് 4 വർഷമായിത്രേ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വീഡിയോസ് കട്ടായി. പിന്നെ അമ്മ വന്നു. ഞങ്ങൾ ചോളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോളമൊക്കെ പുഴുങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ 6 മണിയായപ്പോൾ ഞാൻ പൂ പറിക്കാൻ ഇറങ്ങിയിട്ട് ഭഗവാന് വിളക്ക് വയ്ക്കാൻ നേരത്തെ വയ്ക്കാൻ അങ്ങനെ കുറച്ച് പൂവൊക്കെ വെച്ചു, ഭഗവാനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടാറ്റാ ബൈ ബൈ, സീ യു.